ദൈവനാമത്തിന് മഹത്വം. Glory to the name of the Lord. പ്രിയപ്പെട്ടവരെ, നമ്മളെ വീണ്ടും ഈ വെള്ളിയാഴ്ച ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. Beloved, once again God gave us a chance to come together on this Friday. ഈ നിലയില് ലോക്ക്ഡൗൺ ആയിട്ട് പലരും വീടുകളിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് വളരെ സമീപിച്ചിരിക്കുന്നു എന്നൊരു ചിന്തയാണ് പലരുടെയും മനസ്സിലുള്ളത്. Now we all are sitting in the lockdown situation. Many people are thinking that the Lord Jesus Christ's second coming is near. ഇതുപോലെ ഒരു സാഹചര്യം ലോകവ്യാപകമായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. Like these kind of things have never happened before in the entire world. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വളരെ സജീവമാണ്. Now again, the old people are thinking about the second coming of Lord Jesus Christ. എബ്രായർ 9:28 നമ്മൾ നേരത്തെ വായിച്ചത് കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് പ്രത്യക്ഷനാകും എന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ വായിച്ചു. In Hebrews 9:28, we already read that Jesus Christ is going to appear again for the people who are eagerly waiting for him. കർത്താവ് വീണ്ടും വരുമ്പോൾ ഇപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. എബ്രായർ 9:24 അവിടുന്ന് ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. Hebrews 9:24, we see that he entered into the presence of God and now presently he is interceding for us there. അതിനു മുൻപേ 9:26 എബ്രായർ 9:26 നമ്മൾ കണ്ടത് പാപപരിഹാരം വരുത്തുവാനായിട്ട് ഒരിക്കലായി അവിടുന്ന് പ്രത്യക്ഷനായി എന്നാണ്. Now we can see that in Hebrews 9:26 he appeared to deal with the issue of sin. അപ്പോ ആ മൂന്ന് കാലത്തിൽ നമ്മൾ അതിനെ കാണുമ്പോൾ കർത്താവ് ഒരിക്കൽ ഭൂമിയിൽ പ്രത്യക്ഷനായി, ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നു. ഭാവിയില് കർത്താവ് വീണ്ടും ഭൂമിയിലെ പ്രത്യക്ഷനാകും. In relation to his appearance, we saw three things. He appeared on the earth to deal with the sin, and presently he is appearing in the presence of Father for interceding for us, and in the future he will be appearing again back to the earth for the people who are eagerly waiting for him. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ ചിന്തിച്ചു. In connection to our salvation, we already seen that we were saved, we are being saved, and we will be saved. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹി ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ദേഹത്തിന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രക്ഷ ഭാവിയിലുണ്ടാകും. Our spirit was saved, our soul is being saved, our body will be saved in the future. നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ ഇന്ന് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാളെ നമ്മൾ തേജസ്കരിക്കപ്പെടും. We were justified and we are being sanctified and we will be glorified. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, ഇന്ന് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാളെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ട് രക്ഷ പ്രാപിക്കും. We were delivered from the penalty of sin, and today we are dealing with the power of sin, and in the future we will be delivered from the presence of sin. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധീകരണം അതാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. We were thinking that the sanctification that is in the present age, that is the most important thing. നമ്മള് 2 കൊരിന്ത്യർ 7 ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ വായിച്ചത് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്നാണ്. So in 2 Corinthians chapter 7, 1 and 2, we read that in the fear of Lord we have to work out our salvation. നമ്മള് കർത്താവിന്റെ 3 പ്രത്യക്ഷതകളുമായി ബന്ധപ്പെട്ടും പരിശുദ്ധാത്മാവിനും ഒരു പങ്കാളിത്തമുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒടുവിലായിട്ട് ചിന്തിച്ചത്. In connection to our salvation, we already see that there is a work of Holy Spirit also connected with that. We saw that in the last week. ലേവ്യ പുസ്തകം 23:15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ ചിന്തിച്ചപ്പോൾ കർത്താവ് താന് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. When we saw Leviticus chapter 23, Jesus Christ rose up as a first fruit from the people who died.
അന്ന് പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുന്നു. In the Old Testament, the high priest take the sheaves and he will do a wave offering. അതിനുശേഷം 50-ാമത്തെ ദിവസം പുളിപ്പിച്ചു ചുട്ട 2 അപ്പം, അതിന്റെ ഭോജനയാഗം. അങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ ലേവ്യ പുസ്തകം 23-ന്റെ 15-18 വാക്യങ്ങളിലെ വായിച്ചു. In Leviticus chapter 23 verse 15 and 18, we saw that after the 50th day, the 2 breads were cooked, and it's a part of the grain offering. നമ്മൾ കണ്ടു, കർത്താവാണ് ആദ്യഫലമായിട്ട് പുനരുത്ഥാനം ചെയ്തത്. അവിടുന്ന് നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് ആ ഭാഗം വായിച്ചതാണ്. In 1 Corinthians chapter 15, we saw that Jesus was the first fruit who was resurrected from the dead. ആ കർത്താവ് അതിനുശേഷം 40 ദിവസത്തോളം അനേകർക്ക് പ്രത്യക്ഷനായി. അത് കഴിഞ്ഞ് 10 ദിവസം കൂടെ കഴിഞ്ഞ് 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരുടെ മേൽ അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. After his resurrection, he was appeared to his disciples for 40 days. Then after 10 days, the Holy Spirit came upon his disciples like a fire of tongue. കണ്ടോ, ആദ്യഫലക്കറ്റ നീരാജനം ചെയ്ത് 50-ാം ദിവസം അപ്പത്തിന്റെ പുളിപ്പ് മാറ്റി അതിനെ ചുടുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കൃത്യം 50-ാം ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ പതിഞ്ഞത് അവരുടെ പുളിപ്പിനെ, അതിനെ മാറ്റാൻ വേണ്ടിയാണ്, അതിനു വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചത്. The Leviticus, we can see that the high priest is coming and doing the wave offering, and they are burning that unleavened bread. And after that, the same way, Jesus Christ also resurrected. The Holy Spirit came upon the disciples, and they're removing all the leaven from their life. പുളിപ്പെന്ന് പറയുന്നത് പാപത്തെ കാണിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആവശ്യമുള്ളത് പാപത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതമാണ്. The leaven shows the sin, and today what we required is a life, we having a life of overcoming over sin. പുളിപ്പിനെ അപ്പം ചുട്ട് കഴിയുമ്പോൾ ആ പുളിപ്പ് മാറും എന്ന് പറഞ്ഞതുപോലെ ഒരു അഗ്നിയുടെ സ്പർശം, ഒരു തീയുടെ സ്പർശം ഈ പറഞ്ഞതുപോലെ പാപത്തെ മാറ്റും. Like the bread, the leaven, when the bread is cooked, the leaven is gone. The same way, when the touch of the Holy Spirit come to our life, our sin will be dealt with. അതുകൊണ്ട് ഇന്ന് ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനെ ഒരു വർദ്ധിച്ച അളവിൽ നമുക്ക് ആവശ്യമാണ്. Like the people who are eagerly seeking for a holy life, we required the much more amount of Holy Spirit in our life. വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെതായ സ്വാധീനങ്ങൾ, അതിന്റെ ശക്തികള്, ഇതിൽ നിന്ന് ഉള്ള മോചനമാണ്. അതിന് നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നിട്ടാണ് പോയത്. Sanctification means we are getting out from the power of the sin and his presence and his ability. So for that, the God has given us the Holy Spirit in our life. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയില് കർത്താവ് വരുന്നതിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. You remember the John the Baptist who came as a forerunner for Jesus Christ, who told about Jesus like this? മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാന് നിങ്ങളെ വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. John said like this in Matthew chapter 3 verse number 11, as for me I baptize you with water, but he who is coming after me will baptize you with Holy Spirit and fire. അപ്പോ കർത്താവ് അന്ന് ഭൂമിയിലുണ്ട്, പക്ഷെ ഒരു പരസ്യ ശുശ്രൂഷയില് ജനമധ്യത്തില് പ്രത്യക്ഷമായിട്ടില്ല. കർത്താവിന്റെ ആ വരവ് സംബന്ധിച്ച് യോഹന്നാൻ പറയുന്നത്, അവൻ എന്റെ പിന്നാലെ വരുന്നവൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്നാണ്. When John the Baptist saying this, that time Jesus was there on this earth, but his public ministry was not started.
Now he is telling that there's a person who is coming behind me. That person will baptize you in Holy Spirit and fire. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഈ അഗ്നിയെക്കുറിച്ചും വളരെ വിശദമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു. Jesus, during his public ministry, he talked about this Holy Spirit in John chapter 14, 15 and 16. എന്നാൽ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് അതിനുശേഷമാണ് പെന്തക്കോസ്ത് നാളിൽ ഈ വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ കാത്തിരുന്നവരുടെ മേൽ പകർന്നത്. But after Jesus' death, burial and resurrection on the Pentecost day, and that day this promise, the Holy Spirit came upon the people who were eagerly waiting for this. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പെന്തക്കോസ്ത് നാളിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഓടിക്കൂടിയ ജനത്തോട് പത്രോസ് പ്രസംഗിക്കുന്നത് നമുക്കറിയാമല്ലോ. You know what happened in Acts chapter 2 when all the public people who heard the sound were coming to this hall. That time the Peter is speaking to them. അങ്ങനെ വന്ന ആളുകളോട് പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നു, അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു എന്ന് പറയുന്നു. Here, which verse, brother? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തില് പത്രോസ് പറയുന്നത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പിതാവിനോട് വാങ്ങി സ്വർഗത്തിലെ പ്രത്യക്ഷതയ്ക്ക് ശേഷമാണ് ഇവരെ അയച്ചു തന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് പത്രോസ് പ്രസംഗിക്കുന്നു. In Acts chapter 2, verse number 33, Peter is speaking to the people who came to them. He is telling that Jesus Christ, who appeared in the presence of Father, what he is doing, he is exalted to the right hand of God, and having received from the Father the promise of the Holy Spirit, he has poured forth that is which you both see and hear. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ പ്രത്യക്ഷതകളുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനും ഒരു പ്രസക്തി ഉണ്ട്, അതിനും ആ നിലയിൽ ഒരു സ്ഥാനമുണ്ട്. നമ്മൾ ആ കാര്യമാണ് ഇപ്പോൾ ചിന്തിച്ചത്. So what we were trying to say that it in connection with Jesus' 3 appearance, there is a thing for the Holy Spirit also there. That is what we were trying to say. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇന്ന് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. Today we are trying to see about the work of the Holy Spirit which Jesus told in his public ministry. നമുക്ക് നമ്മുടെ ഒരു ആവശ്യകതയുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. We are talking about Holy Spirit in connection with our day-to-day needs. അല്ലാതെ ഇതിനെക്കുറിച്ചൊരു അക്കാഡമിക് ഒരു പാണ്ഡിത്യം ലഭിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് പല ആവശ്യത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവില്ലാതെ പറ്റുകയില്ല എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. It is not into an academic level. We want to know many facts, but the days which we are going through now in our day-to-day life, we require the power of the Holy Spirit, and without that, it is impossible to lead a holy life. കർത്താവ് ഭൂമിയിലെ ശുശ്രൂഷ തികച്ച് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും. See, before Jesus ascending into heaven, he told to his disciples in Acts chapter 1, verse number 8, you will receive power when the Holy Spirit has come upon, and you shall be my witness. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് എത്രത്തോളം ശക്തി ആവശ്യമുണ്ട്? Beloved, today how much power we require. ഇവിടെ കർത്താവ് പറഞ്ഞത് അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞത്, നിങ്ങൾ എന്റെ സാക്ഷികളാകും, അതിന് നിങ്ങൾക്ക് ശക്തി നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. In Acts 1:8, what Jesus said that
you will be my witness. When the Holy Spirit will come upon you, that time you will get the power. സാക്ഷികൾ എന്ന് പറയുമ്പോൾ കേവലം വാക്കുകൾ കൊണ്ടുള്ള സാക്ഷ്യം മാത്രമല്ല. Witness means is not merely only with the mouth or only with the word. വാക്കുകൾ കൊണ്ട് സാക്ഷ്യമാകാം, അതേപോലെ തന്നെ നമ്മുടെ ജീവിതവും കർത്താവിനൊരു സാക്ഷ്യമാകണം. Yes, with the word also we can be a witness, but with our life also we can be a witness. അപ്പോ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിന്റെ സാക്ഷികളാകാൻ നമുക്കൊരു ശക്തി ആവശ്യമുണ്ട്. ആ ശക്തി നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. With our words and with our life we can be a witness for Jesus Christ. For that the Holy Spirit is giving us power. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ശക്തിയില്ലാത്തതുപോലെ, ഈ കാര്യങ്ങളെ കുറിച്ചൊരു ഉറപ്പില്ലാത്തതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഉദവിയാണ് ശക്തി എന്ന അപ്പോസ്തലപ്രവൃത്തി 1:8 നിന്ന് നമുക്ക് കാണാൻ കഴിയണം. When we are going through this present situation, when we get up in the morning, if we think that, okay, I don't have enough power, what Holy Spirit can give you, that the help of the Holy Spirit is He can give you the power. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ നമുക്ക് തരുന്ന ഒരു ഉദവിയായിട്ട് നമുക്ക് പരിചയമുള്ള റോമർ 5:5 ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് നമ്മൾ വായിക്കുന്നു. The second help from the Holy Spirit, which we can see in Romans 5:5, that is the love of God has been poured out within our hearts through the Holy Spirit. നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ആ നിലയിൽ അതിനെക്കുറിച്ച് ഒരു ഉറപ്പില്ല. In our life about the love of God, we don't have a confirmation in our heart. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ടോ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് ഒരു ഉറപ്പില്ലാത്തവരെ പോലെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച ഒരു അളവാണ്. Today, if any small things happening in our life, in that time you may be thinking like, oh, how God forsaken me or He left me. If you are thinking like that, what we record in our life is increasing amount of Holy Spirit in our life. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലാകട്ടെ, സമൂഹ ജീവിതത്തിലാകട്ടെ, സഭാജീവിതത്തിലാകട്ടെ, മറ്റുള്ളവരോട് നമുക്കൊരു സ്നേഹം ഇല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തിന്റെ അഭാവം നമുക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട് എന്നതാണ് കാണിക്കുന്നത്. Suppose if you are living in this life where we have our family life, our social life, our life in the church, and if we see that we do not have enough love towards others, then that time we require this the power of the Holy Spirit, that the love of the Holy Spirit in our life. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും, പരിശുദ്ധാത്മാവ് നമുക്ക് സ്നേഹം തരും. What we are seeing that the Holy Spirit will give us power and the Holy Spirit will give us love. നമുക്കിന്ന് ശക്തിയും സ്നേഹവുമാണ് ആവശ്യം, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ആവശ്യം. Today we require power and love. For that we require the Holy Spirit. പരിശുദ്ധാത്മാവ് തരുന്ന മൂന്നാമത്തെ കാര്യമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ്. യോഹന്നാൻ 16:13. In chapter of Gospel of John, chapter 16, which was 13. Verse number 13. Yeah. When the Spirit of truth comes, He will guide you into all the truths. എല്ലാ സത്യത്തിലും നമ്മളെ വഴി നടത്താൻ സത്യത്തിന്റെ ആത്മാവാണ് ഉള്ളത് എന്ന് കർത്താവ് അവിടെ പറയുന്നു. Here what Jesus is telling that to lead us into all truth, we require the Spirit of truth. സകല സത്യത്തിലും എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലെ സത്യങ്ങൾ മാത്രമല്ല, ഇവിടെ ആ സത്യത്തിൽ എന്നുള്ളതിന്റെ മറ്റൊരർത്ഥം റിയാലിറ്റി എന്നാണ്. Yeah, when we say that all truths, that means it's not only a biblical understanding of all truth, but it is connected with our reality, our real life. പലരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് അറിയാം, പക്ഷെ യാഥാർത്ഥ്യമായിട്ട് ഇതിനൊരു ബന്ധമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ റിയാലിറ്റിയിലും ഇതിനെ യാഥാർത്ഥ്യവൽക്കരിച്ച് നമ്മളെ വഴി നടത്താൻ പരിശുദ്ധാത്മാവ് സഹായിക്കും
എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്ന ചിന്ത. From this verse, what we can take is like, many people know all these like as a doctrine, all these like as a scripture. But in the reality, it is not in connection with that. So in that situation, the Holy Spirit can make this into a reality. നമ്മളിപ്പോൾ വായിച്ച യോഹന്നാൻ 16:13 മുതൽ അടുത്ത 2 വാക്യങ്ങളൂടെ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിൽ വഴി നടത്തുക മാത്രമല്ല, നമ്മളെ വേണ്ടത് ഓർമ്മപ്പെടുത്തും എന്ന അതിന്റെ 4ാമത്തെ ഒരു ഉദവിയെ കുറിച്ച് നമുക്ക് അവിടെ കാണാം. We can take the 4th help of the Holy Spirit when we read further the other 2 verses 14 and 15. There the Holy Spirit is reminding us something. അതായത് അവിടെ പറയുന്നത്, കർത്താവ് പറയുന്നു, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. What Jesus is telling here, he will take of mine and will disclose it to you. That is the work of the Holy Spirit. യോഹന്നാൻ 14:26 ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. In Gospel of John chapter 14 verse number 26 again Jesus is telling that he will bring to your remembrance all that I said to you. നമ്മൾ ചില രംഗങ്ങളിൽ നിൽക്കുമ്പോൾ ഇവിടെ എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ യേശു കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ സമാനമായ ഒരു രംഗം എടുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തി നമ്മളെ ശക്തീകരിക്കും. അതാണ് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്നാ പറയുന്നത്. Here in our day-to-day situation, in some situation we don't know what to say, how to behave. That time what Holy Spirit will do, he will take the things of the life from the life of Jesus and he will show to us. That is the meaning of he will take it from mine and it will show it to you. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് 2 വാക്കുകൾ പറയാറുണ്ടല്ലോ, ലോഗോസ് എന്നും റീമ എന്നും 2 വാക്കുകൾ. About the word of God, there are 2 words it is mentioned. It is as logos and rhema. മൂലഭാഷയിൽ ലോഗോസ് എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട വചനമാണ്. In Greek, logos means the written word. അതേസമയം റീമ എന്നത് ആ എഴുതപ്പെട്ട വചനം തന്നെ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് അതിനെ എടുത്ത് സജീവമാക്കി നമുക്ക് തരുന്നതാണ് റീമ. What is the rhema? Rhema in another way, it is a written word, but the Holy Spirit in that particular moment, he will make us a reality for us. നോക്കുക, നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നമ്മളെ ആളുകള് ന്യായാധിപ സംഘത്തിലും രാജാക്കന്മാരുടെ മുമ്പിലും കൊണ്ടുചെല്ലുമ്പോൾ പറയാനുള്ളത് നിങ്ങൾക്ക് ആ നാഴികയിൽ ലഭിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 10:19. In Matthew chapter 10, verse number 18 and 19, like that when you are taken in front of governors and king, that time you don't need to worry. That time what you need to say, the Holy Spirit will give you at that moment. കണ്ടോ, അപ്പൊ വേണ്ടത് എടുത്ത് ആ സന്ദർഭത്തിന് ചേർന്ന ഒരു വചനം നമുക്ക് തന്ന് നമ്മളെ അത് ഓർമ്മപ്പെടുത്തി കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് നമ്മളെ കാണിക്കുന്ന ഒരു കാര്യവും പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. Holy Spirit, here how he is doing in that particular situation from the life of Jesus. He give a reality, he give us a verse based on the situation and he is giving to us as a reminder. He will remind us. In that way, the Holy Spirit is helping us. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, നമുക്ക് സ്നേഹം തരും, നമ്മളെ സത്യത്തിൽ വഴി നടത്തും, നമ്മളെ ഓർമ്മപ്പെടുത്തും. See, now Jesus, Holy Spirit will give us power, he will give us love, he will lead into truths and he will remind us. അതുപോലെ തന്നെ യോഹന്നാൻ 14:26 കർത്താവ് പറയുന്നു, കാര്യസ്ഥൻ വരുന്നു, ആ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. യോഹന്നാൻ 14:26. John 14:26, Gospel of John, chapter 14, verse number 26. The helper, the Holy Spirit, whom the Father will send in my name, he will teach you all things. വേണ്ടത് എന്താണെന്ന് ഉപദേശിച്ചു തരും. He will teach you what we require. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും
എന്താ വേണ്ടതെന്നുള്ളതിന് ഒരു ഉപദേശം ആവശ്യമുണ്ട്. നമുക്ക് അപ്പോൾ തിരിയാവുന്നത് പരിശുദ്ധാത്മാവിലേക്കാണ്. Many times we required a guidance, what we required. In that time, we can turn back to Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആറാമത്തെ തരുന്ന ഉദവിയായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കും എന്നുള്ള കാര്യമാണ്. The sixth help, what Holy Spirit is offering, that He will abide with us. നമ്മുടെ ഒരു കമ്പാനിയനെ പോലെ നമ്മുടെ കരത്തിൽ പിടിച്ച് നമ്മുടെ കൂടെ നടന്ന് എപ്പോഴും കൂടെ വസിക്കുന്ന അങ്ങനെ ഒരു സജീവ സാന്നിധ്യം. It is like a companion who always walks with us. He holds our hand and He is always continually walking in our journey of our life. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൂടെ നടക്കുന്ന ഒരാൾ, നമ്മുടെ കൈക്ക് പിടിക്കുന്ന ഒരാൾ, കൂടെ വസിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു സജീവ സാന്നിധ്യം നമുക്ക് എത്രമേൽ ആവശ്യമുണ്ട്. In our present situation, we need a person who walks with us, who holds our hand, and who lives with us. Like that, a person we require much more in our present days. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് പല വാക്യങ്ങളില് പരിശുദ്ധാത്മാവ് കൂടെ വസിക്കും എന്ന് യേശു കർത്താവ് പറയുന്നു. In the Gospel of John, chapter 14, many verses says that the Holy Spirit will abide with us. Jesus clearly mentioning about all those things. യോഹന്നാൻ 14-ന്റെ 17, 18, 23 ഈ വാക്യങ്ങൾ നോക്കുക. Gospel of John, chapter 14, 17, 18, and 23. We can look into these verses. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. Jesus also mentioned Holy Spirit as an helper. യോഹന്നാൻ 14-ലും 15-ലും 16-ലും യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തുന്നത് അവന് കാര്യസ്ഥനാണ് എന്നാണ്. Gospel of John, chapter 14, 15, and 16. Jesus introducing Holy Spirit as a helper or an advocate. 16-26. 16:26. 16-26. Gospel of John, chapter 14, verse number 26. 16-26. 16:26. Gospel of John, chapter 16, verse 26. Sorry, John Gospel 14, 16 and 26. Gospel of John, chapter 14, 16 and 26. 16 and 26. അതുപോലെ തന്നെ 15-ാം അധ്യായത്തിൽ വരുമ്പോൾ 26-ാമത്തെ വാക്യം. In chapter 15, verse number 26. Yeah. 16-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 7-ാമത്തെ വാക്യം. In chapter 16, verse number 7. നോക്കുക, 3 അധ്യായങ്ങളിലും കർത്താവ് പരിശുദ്ധാത്മാവിനെ ഒരു സജീവ വ്യക്തിയായിട്ട് കാര്യസ്ഥൻ എന്നുള്ള നിലയിൽ പറയുന്നു. See, in these 3 chapters, Jesus is mentioning Holy Spirit as an active person. ഇവിടെ കാര്യസ്ഥൻ എന്നുള്ളതിന്റെ മൂലഭാഷയില് ആശ്വാസപ്രദനും അഡ്വക്കേറ്റ് എന്നും ആത്യന്തികമായിട്ട് സഹായകൻ എന്നും ഉള്ള അർത്ഥമാണുള്ളത്. This helper in the Greek, original Greek, there are many meanings like an advocate, helper, like that. ആശ്വാസപ്രദൻ. Who is a comforter. ഇങ്ങനെയുള്ള പല നിലയില് നമ്മളെ സഹായിക്കുന്ന ആളാണ് ഈ കാര്യസ്ഥൻ. In all these different ways, this person is helping. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന 7 ഉദവികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. We were talking about the 7 helps from the Holy Spirit. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്കിതെല്ലാം ആവശ്യമുണ്ട്. The days which we are going, the present days, when we are going through many difficulties, we require all these things. നമുക്കിന്ന് ശക്തി ആവശ്യമുണ്ട്, സ്നേഹം. Today we require power. Today we require love. ഇന്ന് നമുക്ക് സത്യത്തിൽ വഴി നടത്താൻ ഒരാൾ ആവശ്യമുണ്ട്. Today we require a person to lead us into the truth. നമ്മളെ ഓർമ്മപ്പെടുത്താനും ഉപദേശിക്കാനും നമുക്ക് ആളുകളെ ആവശ്യമുണ്ട്.
Today we require a person to remind us and to teach us. അതുപോലെ നമ്മളുടെ കൂടെ വസിക്കാനും നമ്മളെ സഹായിക്കാനും ഈ രണ്ട് കാര്യങ്ങളും ആണ് നമ്മൾ ഒടുവിലായിട്ട് പറഞ്ഞത്. Last two things which we said, we need a person to stay with us or abide with us, or we need a person, we need a helper, an advocate. പ്രിയപ്പെട്ടവരെ, കണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ഇതിനെല്ലാം ആരുണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടി പരിശുദ്ധാത്മാവ്. For all these things, if somebody asks you, who is there for this? The only answer is the Holy Spirit. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് എല്ലാ കാര്യത്തിനും ആശ്രയിക്കാനുണ്ടായിരുന്നത് കർത്താവിനെയാണ്. When Jesus was on this earth, the disciples, if for anything, if the disciples want to go to a person, that person was Jesus Christ. എന്നാൽ യേശു ഇതാ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലായപ്പോൾ പറയുന്നു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ആകെ അങ്കലാപ്പായി. നീ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് എന്ന ചോദ്യം അവരുടെ മനസ്സിൽ വന്നു. When Jesus in his public ministry was going to end, that time Jesus is telling that I'm leaving. That time in disciples' heart, they got a worry that where we will go now. അപ്പോ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ പോയി. Jesus was telling that time that I will not leave you as orphans. ഞാൻ പോയി കഴിഞ്ഞാല് ഞാൻ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ അയക്കും. ആ കാര്യസ്ഥൻ ഈ നിലയിലെല്ലാം നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു പോയി. കർത്താവ് അവിടെ ചെന്ന പിതാവിനോട് ചോദിച്ച് ആ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പെന്തക്കോസ്ത് നാളിൽ നമുക്ക് വിശ്വാസികൾക്കായിട്ട് തന്നിരിക്കുന്നു. And after telling that, he was telling it's better that I leave. If I leave, I will send the Spirit of truth, that is advocate. So after he ascended to the heaven, what he did, he asked the Father, and on the day of Pentecost, he gave the Holy Spirit to the disciples. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ അനാഥരല്ല. നമ്മോടൊപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം സഹായിക്കാനായിട്ട് കൂടെയുണ്ട്. Today we are not orphans. Today we have Holy Spirit with us to help in all these situations. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് കൊണ്ടാവാം ഈ പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് ഇന്ന് വിശ്വാസ ലോകത്ത് നൂറുകണക്കിനുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും ചിന്തകളും തർക്കങ്ങളും ഒക്കെ ഉള്ളത്. Because the Holy Spirit is a main important thing which we record in our life. Maybe that is the reason in the spiritual realm there are different kind of talks, different kind of opinions, different doctrines in our Christendom. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്, പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച അളവെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിലെ വൊക്കാബുലറി തന്നെ എടുത്ത് നമുക്കൊന്ന് വളരെ വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. Since all these situations are there, we can take the vocabulary from the Bible itself in connection with our salvation and in connection with the increase amount of the Holy Spirit. So we can talk about that now. രക്ഷിക്കപ്പെടുന്ന ഒരു സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ ഒരുവൻ കർത്താവ് എന്ന് ആദ്യമായി ഏറ്റുപറയുന്ന ഒരു രംഗമാണ്. When a person is coming into salvation, the first thing he is telling that Jesus Christ is Lord. അങ്ങനെ പറയാൻ അവനെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. For that confession, the Holy Spirit is helping him. 1 കൊരിന്ത്യർ 12:3 പരിശുദ്ധാത്മാവിനല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയേയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. 1 Corinthians chapter 12 verse number 3, Paul is telling to the believers that without the help of Holy Spirit, nobody can say that Jesus Christ is Lord. അപ്പോ പരിശുദ്ധാത്മാവാണ് സത്യത്തിൽ നമ്മുടെ രക്ഷയുടെ സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് നമ്മെ കൊണ്ട് യേശുവിനെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ നമ്മളെ സഹായിക്കുന്നത്. Holy Spirit is a person who is coming into our heart and helping us to confess that Jesus Christ is Lord. രക്ഷിക്കപ്പെടുന്ന ഒരുവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നുണ്ട്. So a person who is coming into salvation, for that person the Holy Spirit is coming and abiding in his heart. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:6 ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു. Galatians 4:6
makes it much more clearer. അവിടെ നമ്മൾ കാണുന്നത് മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. Because you are sons, you are calling out as Abba Father. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനെ രക്ഷകനാഥനായിട്ട് സ്വീകരിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ മക്കളായി തീരുകയാണ്. So in our salvation, what is happening? We believe that Jesus Christ is our Lord and Savior, and we are accepting it, and we are becoming the children of God. അങ്ങനെ ആകുന്ന ഒരാൾക്ക് പിന്നെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയും. അങ്ങനെ വിളിക്കാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് എന്നാണ് ഗലാത്യർ 4:6 വിശദീകരിക്കുന്നത്. What Galatians 4:6 says that when a person who is coming into the Lord and is born again, the Holy Spirit, the spirit of sonship is residing in his heart, and with that spirit he is calling Abba Father. നമ്മളെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9, 14, 16 വാക്യങ്ങളും ഈ കാര്യം തന്നെ അടിവരയിട്ട് പറയും. Romans chapter 8 verse number 9, 14 and 16. 14 and 16. അവിടെ നമ്മൾ പറയുന്നു ദൈവത്തിനുള്ളവരുടെ ഹൃദയത്തില് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. Here we can say that if a spirit of God dwells in you, if anybody does not have a spirit of God, a spirit of Christ, is not belongs to him. അപ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനുള്ളവരായി തീരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. When we give our life to Jesus Christ, that time the Holy Spirit is coming and living in our life. പരിശുദ്ധാത്മാവാണ് നമ്മളെ യേശുവിനെ കർത്താവെന്ന് സ്വീകരിപ്പാൻ നമ്മളെ സഹായിക്കുന്നത്. തുടർന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. The Holy Spirit is a person who coming and helping us to confess Jesus Christ is Lord, and afterwards he is the one who is residing in our heart. അപ്പോ രക്ഷയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. In connection to our salvation, Holy Spirit is living in our heart. എന്നാൽ അതിനെ കവിയുന്ന ഒരു രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം ഉണ്ടെന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. The Bible also mentioned that more than this experience, there is a much more bigger experience of Holy Spirit. നമ്മള് ഇതിനെ ഒരു ഗ്ലാസ്സിൽ ഒരല്പം വെള്ളം ഇരിക്കുന്നതുമായിട്ട് ചേർത്ത് ചിന്തിക്കുക. We can compare it is with glass and the water inside it. ഗ്ലാസ്സിൽ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം ഉണ്ടെന്ന് പറയും. So if somebody asks you, water is there in the glass? Yes, water is there in the glass. രക്ഷിക്കപ്പെടുന്ന ഒരുവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നത് ആ ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നത് പോലെയാണ്. When we say that the Holy Spirit is there in the life of the people who are born again or in that initial stage of salvation, it is something like the water is in that glass. എന്നാൽ എന്താ നമ്മൾ ആ വെള്ളത്തിലേക്ക് പിന്നെയും വെള്ളം പകർന്നുകൊണ്ടിരുന്നാൽ ഒരു രംഗം വരും. ഈ ഗ്ലാസ്സിലെ വെള്ളം നിറഞ്ഞു കവിയും, ഗ്ലാസ് തന്നെ വെള്ളത്തിലാകുന്ന ഒരു രണ്ടാമതൊരു അനുഭവം അതിനുണ്ടാകും. What we can say, suppose in that glass, if we again keep on pouring water, the glass will be filled and the glass will overflow, and finally the glass will be in that water. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന രണ്ടാമതൊരു അനുഭവം. So second experience, we can say that this is called the baptism of the Holy Spirit. So we can compare that experience with the glass immersed in the water. ക്രിസ്തീയ ലോകത്ത് തന്നെ ചില പ്രബല വിഭാഗങ്ങള് ഇങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് പറയുന്നവരാണ്. In Christendom, there is a group of people saying that there is no such kind of experience. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനവും നടന്നു, അതൊരു അനുഭവമല്ല, ഒരു സ്ഥാനലബ്ധിയാണ് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. What they are teaching is that in our salvation, the Holy Spirit is there. It is not an experience, it is only a positional thing. ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്കോ അതിന്റെ തർക്കവിതർക്കങ്ങളിലേക്കോ നമ്മൾ പോകുന്നില്ല. We are not going detailed into those kind of things. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിനെ ഒരു ശിശുവിനെ പോലെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരാളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അളവുണ്ട്. എന്നാൽ അതിനെ നിറഞ്ഞു കവിയുന്ന രണ്ടാമതൊരു അനുഭവം നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കാൻ കഴിയും എന്നാണ്. When we understand Bible like a kid, what we understand that when a person receives Jesus Christ, the Holy Spirit is there. But after that, there is a much more bigger experience is mentioned in the Bible, and with faith we can experience that, the overflowing experience. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ശക്തിയും സ്നേഹവും ഓർമ്മപ്പെടുത്തലും ഉപദേശവും സഹായവും ഒക്കെ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്കൊരു ചെറിയ ഗ്ലാസ്സിലെ ഒരല്പം വെള്ളം പോലിരുന്നാൽ പോരാ, അതിനെ വർദ്ധമാനമായ അളവിൽ നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. So like we said before, like if you record power, love, reality, reminder, teaching, etc. If you say that we have water in the glass, if we only having that much amount, that will not help for that. For to receive all these power, love and all, you require the baptism of the Holy Spirit in our life. നമ്മള് പരിശുദ്ധാത്മാവിന്റെ ആ രണ്ടാമതൊരു അനുഭവം പ്രത്യക്ഷമായ അടയാളത്തോട് പ്രാപിക്കുന്ന ആദ്യ രംഗത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് വിളിക്കുന്നത്. The second experience, what we can say that we are receiving the Holy Spirit with some signs. അങ്ങനെ നമ്മൾ പ്രാപിക്കുന്ന ആത്മനിറവ് പ്രാപിക്കുന്ന ആദ്യ അനുഭവത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. That kind of experience when it's happening first time in our life, that is called the baptism in the Holy Spirit. എന്നാൽ പിന്നീടും ആത്മനിറവിന്റെ അനുഭവങ്ങൾ പിന്നീട് ഉണ്ടാകുമ്പോൾ അതിനെ പരിശുദ്ധാത്മ സ്നാനമെന്നല്ല, ആത്മനിറവ് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Afterwards, when we experience it again, it is not mentioned that the baptism of the Holy Spirit, it is mentioned as fullness of the Holy Spirit. That way Bible mentioned about these words. നമ്മളൊരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള ചില ആളുകളെ കാണുന്ന രംഗമാണ്. When we think about this, we can go to Acts 19, where Apostle Paul is meeting some people in Ephesus. അവിടെ അപ്പോസ്തലനായ പൗലോസ് ചില ശിഷ്യന്മാരെ കണ്ടിട്ട് അവരെ ക്രിസ്ത്യാനികളാണെന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുന്നു. While Paul is meeting some people, he thought that they were Christians. Then he is asking in chapter 19, Acts chapter 19, verse number 2, did you receive Holy Spirit when you believed? അപ്പൊ അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവോ, ഞങ്ങൾ അങ്ങനെ ഒന്നും കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. Then they are replying, Holy Spirit, we have not even heard about it. അപ്പോ പൗലോസ് തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് സ്നാനമാ പ്രാപിച്ചത്, എന്താണ് നിങ്ങൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞത്, എങ്ങനെയാ സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചു. Then immediately Paul is asking, then what do you mean by the baptism? What kind of baptism you took? അന്നേരമാണ് അവര് പറയുന്നത്, അവര് യോഹന്നാൻ സ്നാപകന്റെ ആ മാനസാന്തര സ്നാനമാണ് ഏറ്റത്, അതിനെയാണ് അവർ സ്നാനം എന്ന് പറഞ്ഞത് എന്ന് വ്യക്തമാക്കും. That time they are replying that, oh, we have taken the baptism of repentance by John. അപ്പോ പൗലോസ് അതിനെ തുടർന്ന് അവരോട് പറയുന്നു, ആ യോഹന്നാൻ സ്നാപകൻ തന്നെ പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരും, അവൻ നിങ്ങളെ വെള്ളത്തിലും തീയിലും പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞ് അതിനെ തുടർന്ന് അവരോട് കർത്താവിനെ കുറിച്ചും സുവിശേഷവും ഒക്കെ പൗലോസ് അറിയിക്കുന്നു. Then Paul understood their baptism. Then he is explaining what the John explained about Jesus Christ, and they are teaching about Jesus Christ, what he did, and they are leading them into the salvation and them baptizing them. അവരവിടെ വെച്ചാണ് പൗലോസ് പറയുമ്പോഴാണ് ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുന്നത്. അവര് സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, അന്നേരം തന്നെ സ്നാനപ്പെട്ടു. See, that time, first time they are hearing about the gospel, and when they heard the gospel, they received Jesus Christ in their life, and after that immediately they have taken water baptism. സ്നാനപ്പെട്ടപ്പോൾ അതിനുശേഷം പൗലോസ് അവരുടെ മേൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുണ്ടായി. ആദ്യമായ ആ നിറവിനെ നമുക്ക് അവർക്കുണ്ടായ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയാം. And after that, in verse number 6, we can see that Paul is laying his hand upon them,
then Holy Spirit came upon them, and they began to speak with tongues and prophesying. So for this instance, we can say that this is called the baptism of the Holy Spirit. എന്നാൽ ഈ എഫേസോസിലുള്ള ശിഷ്യന്മാർ അവർക്ക് വേണ്ടി പിന്നീട് പൗലോസ് ഒരു ലേഖനം എഴുതുന്നുണ്ട്. Later we can see that for these Ephesian believers, Paul is writing a letter. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പൗലോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരോട് പറയുമ്പോൾ എന്ത് പദപ്രയോഗമാണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. Now when he is writing the letter, it is mentioned in the epistles of Ephesians, chapter 5 verse number 18. What is the particular word about the Holy Spirit is being used there? അവിടെ അവരോട് പറയുന്ന ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവീൻ എന്നാണ് പറയുന്നത്. Verse 18, it is mentioned that be filled with the Holy Spirit. അപ്പോ നേരത്തെ അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ്. എന്നാൽ പിന്നീടും അവർ ജീവിതത്തിൽ നിരന്തരം പരിശുദ്ധാത്മാവിൽ നിറയുന്നവരാകണം. ആ സന്ദർഭത്തെ പരിശുദ്ധാത്മാവിൽ നിറയുക എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനമുള്ളവർ പിന്നീട് കടന്നു പോകുന്ന ആ രംഗങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്നവർക്ക് ലേഖനം എഴുതുന്നു. See, these people, the Ephesian believers, in Acts chapter 19, we saw that they are receiving the baptism of the Holy Spirit. Afterwards, we can see that the Paul is encouraging them to be filled with the Holy Spirit. So the first experience you can see here is a baptism. And afterwards, when they required more of the Holy Spirit, the term is used here as to be filled with the Holy Spirit. പ്രിയപ്പെട്ടവരെ, നമ്മള് അതിന്റെ സാങ്കേതികത്വമൊക്കെ വിട്ട് നമുക്ക് പ്രായോഗിക കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ഇത്രയും നേരം എന്താണ് ചിന്തിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മളെ രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും. So what we were, in short, what we can say that those who all are saved will go to heaven. എന്നാൽ നമുക്ക് എങ്ങനെങ്കിലും അങ്ങ് സ്വർഗത്തിൽ പോയാൽ മാത്രം പോരാ, നമുക്ക് ഇവിടെ വിജയകരമായിട്ട് ജീവിക്കുകയും വേണം. അതിന് രക്ഷ മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ രണ്ടാമതൊരു അനുഭവം നമുക്ക് പ്രാപിക്കണം. See, it is not only that we should go to heaven, but in this earth we require an overcoming life. For that we require the baptism of the Holy Spirit, or we require the fullness of the Holy Spirit in our life. നമ്മൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ തുടർന്നും പരിശുദ്ധാത്മാവിൽ ദിനംതോറും നിറഞ്ഞ് ജീവിക്കുന്നവരായിരിക്കണം. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. What's God's will for us that we should be baptized in the Holy Spirit. Not only that, and more than that, we should be on a daily basis, we should be filled with the Holy Spirit in an increasing way. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തില് അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളില് ജയാളികളായിട്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നു. In Revelation chapter 14, verse number 1 to 5, it is mentioned about some people who were living as overcomers. 144,000 പേര് ജയാളികളായ ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Here it is mentioned about 144,000 people. They were overcomers. അവരെ സംബന്ധിച്ച് അവരെ കുറിച്ച് കാണുന്നത് അവരെ നെറ്റിയിലെ കുഞ്ഞാടിന്റെ നാമമുള്ളവരാണ്. About them, we can see that they had on their forehead they have the name of the Lord. കർത്താവിന് വേണ്ടി ഒരു പരസ്യ നിലപാട് എടുക്കുന്നതിനെ അത് കാണിക്കുന്നു. What that shows that these are the people who take public stand for the Christ. അതുപോലെ 14:3 അവരൊരു ജയാളിയുടെ പാട്ട് പഠിച്ചവരാണ് എന്ന് നമ്മൾ കാണും. In verse number 3, we can see that they learned a song of overcomer. അതിന്റെ 14:4 കാണുന്നത് അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരാണ് എന്നാ കാണും. Verse number 4, we can see that they are not defiled with women. 14:4 തന്നെ അവര് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നവരാണെന്ന് കാണും. And in the same verse, we can see that they are following Lamb wherever he goes. 14:5 അവര് വായിൽ ഫോഷ്കില്ലാത്തവരാണെന്ന് കാണും. And in verse number 5, we can see that they have no lies in their mouth. അതിന്റെ 14:5 തന്നെ അവര് കളങ്കമില്ലാത്തവരാണെന്നും രേഖപ്പെടുത്തിയിരിക്കും. In 14:5, again it is mentioned that they are blameless. കണ്ടോ, എന്തെല്ലാം കാര്യങ്ങളാണ് ജയാളികളായ ആളുകള് അവരുടെ ജീവിതത്തിൽ
അവരെ നിലനിർത്തേണ്ടത്. See, how many things an overcomer should keep in his life? അവര് മാലിന്യമില്ലാത്തവരായിരിക്കണം, പോഷ്കില്ലാത്തവരായിരിക്കണം, കളങ്കമില്ലാത്തവരായിരിക്കണം, കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരായിരിക്കണം, അങ്ങനെ. They should not be defiled, they should not have any lie, they should be blameless, they should follow the Lamb, and etc. etc. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജയകരമായ ജീവിതത്തിന് നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് കഴിയുമോ? Like this, how we can have this kind of life with our own power? അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ അളവ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുമോ? Like when we receive Jesus Christ as our Lord and Savior in our salvation, we received a small amount of the Holy Spirit. With that amount, can we achieve a life like this? നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശക്തി ഇല്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, ഒരു കളങ്കമില്ലായ്മയുണ്ടെങ്കിലൊക്കെ ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച ഒരു അനുഭവമാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ കാണണം, കണ്ടെത്തണം. See, if you really desire in your heart that you don't have enough love, or you don't have enough power, or you do not have an enough blameless life, then what we required is we required a higher amount of increasing amount of the Holy Spirit in our life. ഇങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ വർദ്ധിച്ച അളവിൽ പ്രാപിക്കാൻ എന്താണ് വേണ്ടത് എന്നുകൂടെ നമുക്ക് വളരെ വേഗത്തിൽ ചിന്തിച്ച് അവസാനിപ്പിക്കാം. We can again think in this way, to get an increasing level of Holy Spirit, what also we required in our life. ഇതിനു വേണ്ടി ആൻഡ്രൂ മുറേ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് 5-6 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയുന്നുണ്ട്. About this, there's a saint of God called Andrew Murray. He mentioned 3-4 things about it. അദ്ദേഹം പറയുന്നു, നമുക്ക് ഇതിന് വേണ്ടത് ചില കണ്ടെത്തലുകളാണ്, ചില അംഗീകരണങ്ങളാണ്, ചില കാര്യങ്ങളിൽ നമ്മൾ അതങ്ങനെയാണ് എന്ന് സമ്മതിക്കുകയാണ് വേണ്ടത്. For this, what we required, we have to find out something, or we have to accept something. അതായത് അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഒരു രണ്ടാമതൊരു അനുഭവം എല്ലാ വിശ്വാസികളുടെയും ജന്മാവകാശമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. What is mentioning that the second experience is a birthright for every believer, that we should believe. രണ്ടാമത്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് സമ്മതിക്കണം. The second thing, what we have to accept, that I have never had this experience in my life. പ്രിയപ്പെട്ടവരെ, നമ്മളെ കേൾക്കുന്ന ആളുകൾ എല്ലാവരും ഇങ്ങനെ ഒരു രണ്ടാമത് ഒരു അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സമ്മതിക്കേണ്ടത് എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. If anybody who hearing me had not experienced this, what they have to do? First, they have to admit that I never had this experience in my life. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നു, ഇത് എനിക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് വിശ്വസിക്കണം. Fourth thing, what is mentioned, that we should believe that it is for me. അടുത്തതായിട്ട് വേണ്ടത്, ഇത് എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് നേടാൻ കഴിയില്ല എന്ന് സമ്മതിക്കണം. The other thing, what you should accept, that with my own power I cannot attain it. എന്നാൽ അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത്, എന്ത് വില കൊടുത്തും എനിക്കിത് കൂടിയേ കഴിയൂ എന്നൊരു അംഗീകാരം വേണം. Next step, what we have to do, that with any cost I need this in my life. കർത്താവ് എനിക്കിത് തരണം, ഞാൻ അതിനായിട്ട് സമർപ്പിക്കുന്നു, എന്റെ സമർപ്പണത്തെ കർത്താവ് അംഗീകരിക്കും എന്നൊരു വിശ്വാസത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലണം. When we go to the Lord, we should go with a faith that I need it, Lord will give, and I will pay any cost for it. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പരിശുദ്ധാത്മ സ്നാനത്തിനും പരിശുദ്ധാത്മാവിന്റെ വർദ്ധമാനമായ ഒരു അനുഭവത്തിനും വേണ്ടി നമുക്ക് 7 കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. Now, for the baptism of the Holy Spirit and for a higher measure of the Holy Spirit in life, we require 7 things. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത്, നമുക്ക് ഈ നിലയിലെ പരിശുദ്ധാത്മാവിന്റെ വർത്തമാനമായ ഒരു അനുഭവത്തിന് ഒരു 7 കാര്യങ്ങളെങ്കിലും 7 പടികളെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയും. To have this increasing
amount of Holy Spirit in our life, there are 7 steps which we can see. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ തന്നോട് ചോദിച്ച ആളുകളോട് സംസാരിക്കുന്നിടത്താണ് നമ്മൾ 2 പടികൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വചനം. Acts chapter 2 verse number 38, where we can see the Peter is speaking to the people who asked about it, and we can see there are 2 steps in that verse. അവിടെ പത്രോസിനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരോട് പത്രോസ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. The people ask, what shall we do? Then Peter is replying in verse number 38, repent and each of you be baptized in the name of the Lord, then you receive the gift of the Holy Spirit. അവരെ കാണുകയും കേൾക്കുകയും ചെയ്ത ആ പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവം അവർക്ക് പ്രാപിപ്പാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, സ്നാനപ്പെട്ടവരായിരിക്കണം. They saw and they hear the experience of the Holy Spirit, and they are asking, what shall we do to receive the same experience? Then Apostle Peter is telling that repent and baptize in the name of Jesus Christ. അപ്പോ ഒന്നാമത് മാനസാന്തരം, അതായത് രക്ഷ വേണം. 2 സ്നാനം വേണം. First it is repentance, second it's the baptism. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തില് ഈ പറഞ്ഞ സ്നാനമില്ലാതെ തന്നെ പരിശുദ്ധാത്മ സ്നാനം ഉണ്ടായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. When we say there are 2 steps in chapter 2, but in chapter 10 we can see that without baptism itself some people are receiving Holy Spirit. അത് നമുക്കറിയാമല്ലോ, കൊർന്നല്യോസിന്റെ ഭവനത്തിലാണ്, അവിടെ വെച്ചാണ് ജാതികൾ ആദ്യമായിട്ട് സഭയിലേക്ക് വരാനായിട്ട് ദൈവം വാതിൽ തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് അവര് സ്നാനപ്പെട്ടവരായിരുന്നില്ല, പക്ഷെ അവര് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. തുടർന്നാണ് അവരെ മുഴുവൻ സ്നാനം ഏൽക്കുന്നത്. Now we can see what happened in the house of Cornelius. These people were from they were Gentiles, so God has to bring them into the church. So what God did, that even before taking the baptism, after they received their salvation, before the baptism they got filled with the Holy Spirit, and afterwards they took water baptism. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ് ഇവിടെ പ്രസക്തം. യോഹന്നാൻ 3:8. John chapter 3 verse number 8, which Jesus said, it is important thing in relation with this. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ കർത്താവ് പറഞ്ഞത്, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. Yeah, the word which Jesus used about Holy Spirit is the wind blows where it wishes. നോക്കുക, സ്വാഭാവികമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളുകളിൽ ആണ് പരിശുദ്ധാത്മ സ്നാനം ആ നിലയിലുള്ള അനുഭവം ഉണ്ടാകുക. എന്നാൽ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. ഈ പടികളൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. Even though we say that for receiving the Holy Spirit you should repent, you should baptize, then only you receive the Holy Spirit. But we cannot keep Holy Spirit's work in such a way that you should go with the law. But here it is like a wind and it blows where it wishes. നമുക്കെങ്കിലും ഈ പടികള് അതനുസരിച്ച് തന്നെ നോക്കാം. അപ്പൊ ഒന്നാമത് മാനസാന്തരം ഉണ്ടാകണം, രണ്ടാമത് സ്നാനം വേണം. So but we can think today in a way like the 7 steps. The first step is repentance, and second is water baptism. മൂന്നാമത് അനുസരണം ഉണ്ടാവണം. Third thing is obedience. അവിടെ അപ്പോസ്തലപ്രവൃത്തി 5:32 ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. And Acts chapter 5 verse number 32, it is mentioned as the Holy Spirit whom God has given to those who obey him. അപ്പോൾ അനുസരണം, ഏതെങ്കിലും നിലയിൽ ദൈവം പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാത്തതുണ്ടെങ്കിൽ ആ കാര്യം ക്രമീകരിക്കണം. If we are not obeyed what God has told us, then we have to rectify that issue. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കാര്യങ്ങൾ കേൾക്കുന്ന നമ്മൾ ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഈ നിലയിൽ ഒരു അനുഭവത്തിനായിട്ട് ചോദിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ
നമ്മൾ ഏതെങ്കിലും കർത്താവ് പറഞ്ഞ ഏതെങ്കിലും കാര്യം അനുസരിക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ശോധന ചെയ്യണം. Today, if anybody is eagerly waiting to receive the Holy Spirit, and if that person is waiting for it, we are praying for it, but nothing happening, then we have to see that have we missed out any commandment, or we have any disobedience in our life? അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു പടി എന്ന് പറയുന്നത് വിശ്വാസമാണ്. Next step, what we can see is faith. ആൻഡ്രൂ മുറെ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് ചോദിച്ചാൽ തരുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. Like what Andrew Murray mentioned, if we ask, we should have a faith that God will give us. യോഹന്നാൻ 7:39 പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ് എന്നാണ്. In Gospel of John, chapter 7, verse number 39, it is mentioned that to those who believe, they will receive the Holy Spirit. അതുപോലെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-14 വാക്യം. Galatians chapter 3, verse number 14. അവിടെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. The promised Holy Spirit, we will receive it by faith. കണ്ടോ? അപ്പോ മാനസാന്തരം വേണം, സ്നാനം വേണം, അനുസരണം വേണം, വിശ്വാസം വേണം. So we can see here repentance, baptism, obedience and faith. നമ്മള് യാക്കോബിന്റെ ലേഖനം 1-6 വാക്യങ്ങളിൽ വായിക്കുന്നത് ചോദിക്കുന്നവൻ വിശ്വാസത്തോടെ ചോദിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. In the book of James, chapter 1, verse number 6 and 7, if anybody asks, he should ask with faith. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് യാചന എന്നൊരു കാര്യമാണ്. The next step, what we can see, it is a supplication. ലൂക്കോസിന്റെ സുവിശേഷം 11:5-13 വരെ കർത്താവ് അത് സംബന്ധിച്ച് ഒരു ഉപമ പറയുന്നു. അത് സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. In Luke chapter 11, verse number 5 onwards, Jesus is telling a parable about how to receive the Holy Spirit. അവിടെ കർത്താവ് പറയുന്നത് യാചിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ എത്രയധികം ലഭിക്കും, യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Here what Jesus is mentioning that a person, how much you will receive the Holy Spirit from a person who asks for it. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയില് രാത്രിയിൽ അർദ്ധരാത്രിയിൽ സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് അപ്പത്തിനായി മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചാണ്. In that parable, it is mentioned about a person who is knocking on the door of his friend in the midnight. ആദ്യം ആ വീട്ടുകാരൻ എടുത്തു കൊടുക്കാൻ സമ്മതമില്ലായിരുന്നു. എന്നാൽ അവൻ തുടർന്നും മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട്, തുടർന്നും യാചിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഒടുവിൽ വീട്ടുകാരൻ അപ്പം എടുത്തു കൊടുക്കുന്നു. See, the house owner initially he was reluctant to give the bread, but this person was keep on knocking, and finally he gave that. ലൂക്കോസിന്റെ സുവിശേഷം 18:1-8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരു വിധവയെയും ഒരു ന്യായാധിപനെയും കാണുന്നു. Here in Luke chapter 18, verse 1 onwards, we can see here about a widow and a judge. ആ വിധവയ്ക്ക് ന്യായം പാലിച്ചു കൊടുക്കാൻ ന്യായാധിപന് താല്പര്യം ഉണ്ടായിരുന്നില്ല. Actually, the judge was reluctant to give the justice to the widow. എന്നാൽ ആ വിധവ നിരന്തരം ന്യായാധിപനെ പോയി അസഹ്യപ്പെടുത്തി നിരന്തരം യാചിച്ചു. ഒടുവില് ന്യായാധിപൻ അത് ചെയ്തു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. But that widow was keep on going to this judge, and finally the judge is giving the right thing to her. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം ഒന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അതിനായിട്ട് നിരന്തരം യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുന്ന ദൈവത്തോട് നമ്മൾ നിരന്തരം ചോദിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. താഴ്മയോടെ, വിധവയുടെ ഒരു മനോഭാവത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലണം. See, it's not only asking God for one time, but we should have a mind of obedience. We should have a mind of humility, like that widow who's asking. The same way we should ask God. ഇവിടെ നമ്മൾ കാണുന്നത് അടുത്തതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 7:37 നമ്മൾ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് കാണും. In Gospel of John chapter 7, verse number 37, here we can see another thing.
it is mentioned about a person who is thirsty. Those who have thirst, come to me and drink. ദാഹം എന്ന് പറയുന്നത് വളരെ അതിനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു താല്പര്യത്തെയാണ് കാണിക്കുന്നത്. The word thirst, it show that a great desire to get it. നമുക്ക് ഭക്ഷണമില്ലാതെ 2-3 ദിവസം ജീവിക്കാൻ ഒക്കും, എന്നാൽ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഒക്കുകയില്ല. So without food we can live 2-3 days, but without water it is impossible. അപ്പോൾ എനിക്കത് ലഭിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ അതിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച അനുഭവത്തിനായിട്ട് ഒരു ദാഹം ഉണ്ടാകണം. Like that we should have a desire in our heart. Without this I cannot go further. Like that we should have a desire for the increasing amount of Holy Spirit in our life. വെളിപ്പാട് പുസ്തകം 21:6 നമ്മൾ കാണുന്നത് ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും എന്നാണ്. In Revelation chapter 21 verse number 6, those who have thirst I will give you the living waters. അടുത്ത അധ്യായത്തിലെ 22:17 കാണുന്നത് ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കൈക്കൊള്ളട്ടെ എന്നാണ്. In Revelation chapter 22 verse number 17 says that come, let the one who is thirsty come, let the one who wishes take the water of life without cost. പഴയ നിയമ പുസ്തകമായ യെശയ്യാവിന്റെ 55:1 വാക്യത്തിൽ കാണുന്നത് ദാഹിക്കുന്ന ഏവരും വെള്ളത്തിന് വരുവീൻ എന്നാണ്. In Isaiah chapter 55 verse number 1 we can see that those who are thirst come for water. യെശയ്യാവ് 44:3 കാണുന്നത് ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നീരിലത്തെ നീരുറവും പകരുമെന്നാണ്. In Isaiah chapter 44 verse number 3 mention it like this. Chapter 44 verse number 3, I will pour out water on the thirsty land and streams on the dry ground. പ്രിയപ്പെട്ടവരെ, ദാഹം എത്രയോ ആവശ്യമുള്ള ഒരു ഘടകമാണ്. See, thirst is an important factor in our life. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. പൂർണ്ണമായ ഒരു പ്രതിഷ്ഠയും ഒരു പൂർണ്ണമായ സമർപ്പണവും ആവശ്യമാണ്. See, in the last thing what we can see is a complete surrender or dedication. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 33-35 വാക്യങ്ങൾ. Exodus chapter 40 verse number 33-35. അവിടെ മോശ ആ തിരുനിവാസം എല്ലാം ദൈവം പറഞ്ഞതുപോലെ എല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഇതാ അവിടെ തേജസ് ഇറങ്ങുന്നു. അവിടെ പ്രതിഷ്ഠിച്ച ശേഷം അവിടെ തേജസ് ഇറങ്ങുന്നു. മോശയ്ക്ക് പോലും അതിൽ കടക്കാനൊക്കാതെ വണ്ണം ആ തിരുനിവാസം തേജസ് കൊണ്ട് മൂടി. See, in Exodus chapter 40 verse number 33 and 35, what we can see, Moses erected the court all around the tabernacle and the altar, and Moses finished his work. And then the cloud covered the tent of meeting, and the glory of the Lord filled the tabernacle. Even Moses could not able to enter the tabernacle. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. 2 Chronicles chapter 7 verse number 1 and 2. അവിടെ ശലോമോൻ ഈ ദേവാലയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് താനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തീ ഇറങ്ങി, അവിടെ തേജസ് ഇറങ്ങി. തേജസ് നിമിത്തം പുരോഹിതന്മാർക്ക് പോലും അവിടെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല. Here, similar way, here we can see that the Solomon dedicated the house of the Lord, and he prayed. That time, the glory of the God filled it, and even the priests could not able to enter there. പ്രിയപ്പെട്ടവരെ, നമ്മള് പരിശുദ്ധാത്മാവിന്റെ ഒരു വർദ്ധിച്ച അളവിനായിട്ട് നമ്മൾ 6-7 കാര്യങ്ങളാണ് പറഞ്ഞത്. Beloved, we were telling about the increasing amount of the Holy Spirit, and in relation with that we said 6-7 things. 1 മാനസാന്തരം ഉണ്ടായിരിക്കണം, 2 സ്നാനം ഉണ്ടായിരിക്കണം. First is repentance, second is baptism. 3 അനുസരണമുള്ളവരായിരിക്കണം. Third, obedience. We should be the people with obedience. 4 വിശ്വാസം ഉണ്ടായിരിക്കണം. We should have faith. 5-ഉം 6-ഉം യാചനയും ദാഹവും ഉണ്ടായിരിക്കണം. 5th and 6th, we should have supplication and we should have thirst. ഒടുവിലായിട്ട് 7-മതായിട്ട് നമ്മൾ പറഞ്ഞത് പൂർണ്ണമായ ഒരു പ്രതിഷ്ഠ, ഒരു പൂർണ്ണ സമർപ്പണം, ഇതിനെക്കുറിച്ചാണ്. Finally, in the 7th step, what we said, we should have a dedication. We should have a surrendered life. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ 7
കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് അത് കാറ്റിഷ്ടമുള്ളിടത്തെ കൂതുന്നു എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് അല്പം വ്യതിചലിച്ചാണെങ്കിലും ആളുകളുടെ മേൽ പകർന്നെന്ന് വരാം. Even though we said about these 7 steps, like we said earlier, the Holy Spirit is like a wind blowing on its own way. Maybe Holy Spirit might have poured out without all these steps also. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറമുള്ള അനുഭവം, ഒരു ജയമുള്ള ജീവിതം, അതിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ വർത്തമാനമായ ഒരു അളവ്, അതാണ് നമുക്ക് ആവശ്യം. Even though what we required in our life is we need a full life with fullness of the Holy Spirit, we should have a overcoming life. For that we required the increasing amount of the Holy Spirit in our life. നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പേടികളും വിഷമങ്ങളും ബലഹീനതകളും ധൈര്യമില്ലായ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെയും പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിനായിട്ട് നമ്മൾ അന്വേഷിക്കുക. Today, if you are going through this present situation, if we have fear, if you have anxiety, if you have weakness, what we can ask, what we can do is seek the increasing amount of the power of the Holy Spirit in our life. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മളെ സ്വർഗത്തിൽ പോകും എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെടല്ലേ. Don't be just satisfied that we have been saved, so we will go to heaven. നമുക്ക് ഈ ലോകത്ത് ജയകരമായിട്ട് കളങ്കമില്ലാത്തവരായിട്ടും ഭോഷ്കില്ലാത്തവരായിട്ടും മാലിന്യപ്പെടാത്തവരായിട്ടും ജീവിപ്പാൻ ദൈവത്തിന്റെ ശക്തി എത്രമേൽ ആവശ്യമുണ്ട്. We should merely sit on not only looking to going to heaven, but rather we should have an overcoming life. We should have a life without defile, without lies, without blemish. So we should look forward for those kind of life on this earth. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിലാണ്, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറമുള്ള ഒരു അനുഭവം എനിക്കില്ല എന്നാരെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. See, if a person thinks that I was saved, I was baptized, I'm in the church, but I don't have the fullness of the Holy Spirit in my life, so that person should seek for the baptism of the Holy Spirit. അതൊരു പകുതി മനസ്സോടെ അന്വേഷിച്ചാൽ പോരാ. നമ്മൾ പറഞ്ഞതുപോലെ നിരന്തരമായ യാചനയിലൂടെ, ദാഹത്തിലൂടെ, ദൈവത്തെ മുമ്പാകെ ഒരു പൂർണ്ണ സമർപ്പണത്തിലൂടെ കർത്താവെ എനിക്കത് കൂടിയേ കഴിയുള്ളൂ എന്നുള്ള നിലയിൽ അതിനായിട്ട് ഒരു അന്വേഷണം ഉണ്ടാവണം. So we should not seek with a half heart, but like we said before, we should always go with a pleading, with a supplication, with the thirst, with the faith. We should go to God. Without this, I cannot move forward. ഒരിക്കൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു അനുഭവം ഉണ്ടായി, എന്നാൽ ഇന്ന് ആത്മനിറവിന്റെ നിരന്തരമായ ഒരു ജീവിതം ഇല്ലാത്തവരുണ്ടെങ്കിൽ കർത്താവിന്റെ അടുത്തേക്ക് ഇല്ല, കർത്താവെ എന്നെ വീണ്ടും നിറയ്ക്കണേ, വീണ്ടും നിറയ്ക്കണേ എന്ന് പറയുക. Or some other people, they may had an experience before, but today they don't have anything. But those people can go back to Lord and against the Lord, fill me again and fill me again. നമുക്ക് എങ്ങനെയും നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജയാളികളായ ഒരു ചെറിയ എണ്ണത്തിന്റെ കൂടെ നിൽക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. Today, when we live in this present world, even though the overcomers were very less, but we have to be in that group. For that, we require the power of the Holy Spirit in our life. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. We can spend some time in prayer now. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ്, ശക്തിയുടെ ഒരു കുറവ്, സ്നേഹത്തിന്റെ ഒരു കുറവ്, വ്യക്തതയില്ലായ്മ, ഇങ്ങനെ ബലഹീനത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് അതിനെല്ലാം പരിഹാരമായിട്ട് പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച അനുഭവമാണ് ചോദിക്കേണ്ടത്. Today, what we heard, that suppose if you really feeling a powerless life, or if you lack love in our life, or if you don't have a clarity in our life, for that, what we required a higher amount, increasing amount of Holy Spirit in our life. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിലാണ്, പക്ഷെ പരിശുദ്ധാത്മ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മുഖം അന്വേഷിക്കുക. The person who is saying that I was saved, got baptized, and I am in the church, but I never experienced the baptism of the Holy Spirit, or I don't have the fullness of Holy Spirit. If anybody is like that, we should seek the face of the Lord now.
ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ആകെ ശുഷ്കിച്ച ഒരവസ്ഥയിലാണ്, വരണ്ട ഒരവസ്ഥയിലാണ് എന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ വീണ്ടും കർത്താവിന്റെ അടുത്ത് ചെന്ന് കർത്താവെ എന്നെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. If a person who had an earlier experience but today he is very dry, if anybody is like that, so that person can go to the Lord and tell, Lord, fill me with the Holy Spirit again. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മളെ അനാഥരായിട്ട് വിടുകയില്ല. Beloved, he will never leave us, never ever leave us orphans. നമ്മള് ചോദിക്കുന്നവർക്ക്, യാചിക്കുന്നവർക്ക്, മുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന ദൈവമാണ്. Those who ask, those who seek, those who knock, for those kind of people, he is a God who give without measure. നമുക്ക് പ്രാർത്ഥിക്കാം. Now we can pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, Heavenly Father, ഞങ്ങള് ഇന്ന് ലോകം മുഴുവൻ പരിഭ്രാന്തിയിലും വിഷമത്തിലുമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ, Lord, in this present situation, all people are in great problem. ഞങ്ങൾ സത്യസന്ധമായിട്ട് ഞങ്ങളിൽ തന്നെ നോക്കുമ്പോൾ ഞങ്ങൾക്കും പല കുറവുകളാണ് കാണാൻ കഴിയുന്നത്. But when we look into ourselves, we also see many shortcomings in our life. ഞങ്ങൾക്ക് അവിടുത്തെ സാക്ഷികളായിട്ട് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും നിൽപ്പാൻ പലപ്പോഴും കഴിയുന്നില്ല. Lord, many times we are unable to witness you with our words and life. ഞങ്ങൾക്കുള്ളവരെ പോലും വേണ്ടതുപോലെ സ്നേഹിപ്പാനും ദൈവസ്നേഹത്തെക്കുറിച്ച് വേണ്ട ഒരു ഉറപ്പ് ഉള്ളവരായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. Lord, we are unable to love even our loved ones, or when sometimes we are not having that confidence of God's love in our life. കർത്താവെ, ഞങ്ങള് പലപ്പോഴും ഒരു അനാഥരെ പോലെയാണ്, ഞങ്ങളുടെ കൈ പിടിക്കാൻ ആരുമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. Lord, many times we feel that we are like orphans and nobody is there to hold our hand. കർത്താവെ, ഞങ്ങളുടെ ഈ സാഹചര്യങ്ങളും എല്ലാമായിട്ട് ഞങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച അനുഭവമാണ് ആവശ്യമെന്ന് കണ്ടെത്തുന്നു. Lord, we find that we need a greater experience of Holy Spirit. We need an increasing amount of Holy Spirit in our life. ഞങ്ങൾ അവിടുത്തെ അടുത്തേക്ക് വരുന്നേ കർത്താവെ. Lord, we are coming into your presence, Lord. ചോദിക്കുന്നവരെ മറികടന്നു പോകുന്ന ഒരു കർത്താവല്ല അവിടുന്ന്. Lord, you are a God who will not pass the people who ask. മുട്ടുവീൻ തുറക്കപ്പെടും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. Lord, you said that if you knock, it will be opened. ഈ വചനക്കേഴ്വിയുടെ അടിസ്ഥാനത്തിൽ കർത്താവെ, പരിശുദ്ധാത്മാവിനായിട്ട് നിരന്തരമായിട്ട് ഒരു ദാഹം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം. Lord, by hearing this word, Lord, give us a increasing thirst to receive the Holy Spirit in our life. ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച അളവിൽ കർത്താവെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജയകരമായ ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. Lord, please help us to receive that increasing measure of the Holy Spirit to have a victorious life. ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. We submit our beloved brothers and sisters. ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we pray for our youngsters. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. We pray for our children, Lord. കർത്താവേ, ഈ ലോകത്തിൽ അവിടുത്തെ ശക്തിയില്ലാതെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. Lord, in this present world, we cannot stand without your power. ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു, അവിടുന്ന് ഞങ്ങളെ അനാഥരായി വിടുകയില്ല. Lord, we are asking, you will never leave us as orphans, Lord. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. Thank you, Lord, for hearing our prayer. വിശ്വാസത്തോടെ നിരന്തരം യാചിച്ചുകൊണ്ടിരിപ്പാൻ ഞങ്ങളെ എല്ലാം സഹായിച്ച. With faith, help us to seek the Lord all our days, Lord. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. In the name of Jesus we pray. Amen.